ഇതെന്താ ഈ റംബുട്ടാൻ പറിക്കാതെ നിൽക്കുന്നത്? വിപണി വല്ല പ്രശ്നം ഉണ്ടായിട്ടാണോ? ഇല്ല, ഇത് വിപണിയിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ശരിക്കും ഒരു കാര്യം ഓർക്കുക, റംബുട്ടാൻ എന്ന് പറയുന്നത് ക്ലൈമറ്റ്രിക് നോൺ ക്ലൈമറ്റ്രിക് പഴവർഗ്ഗങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നോൺ ക്ലൈമറ്റ്രിക് വിഭാഗത്തിലാണ്. അതായത് ഇതിൻ്റെ പഴുക്കൽ എന്ന് പറയുന്നത് ഇനിയും 1 മാസവും കൂടി ഇത് നിൽക്കണം. അപ്പോൾ അതിനുള്ള ഒരു താമസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫുള്ളി റൈപ്പൻഡ് ആയെങ്കിൽ റംബുട്ടാൻ്റെ പൂർണ്ണ രുചിയും അതിൻ്റെ കളറും ഒക്കുള്ളൂ. അപ്പം ഇത് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞായിട്ട് ഇത് വലയിട്ട് തീരും, വീണ്ടും 1 മാസവും കൂടെ നിൽക്കും. അങ്ങനെ വന്നെങ്കിൽ റംബുട്ടാൻ പൂർണ്ണ തോതിലാവുള്ളൂ. അപ്പോൾ ഇത് പറിക്കാറായതല്ല? പറിക്കാറായിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. ഇത് ഓൾറെഡി സോൾഡാണ്, വിറ്റ തോട്ടമാണ്. 140 രൂപ പ്ലസിന് ഞങ്ങൾ തമിഴ്നാട്ടിലെ ഒരു ഗ്രൂപ്പിന് ഇത് വിറ്റ് അവരാണ് വലയിടുന്നതും അവരതിൻ്റെ അഡ്വാൻസ് തന്നു നിർത്തിയേക്കുന്ന തോട്ടമാണ്. 140 രൂപയ്ക്ക് ഇത് വിറ്റതാണ്? അതെ അല്ലേ? അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാങ്ങാൻ ആളില്ല, 60 രൂപയ്ക്ക് പോലും വാങ്ങാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ അതിൻ്റെ സത്യാവസ്ഥ? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് റംബുട്ടാൻ കൃഷിക്കാരുണ്ട്. ഞാൻ വേറൊന്നുമായിട്ടല്ല പറയാം. അതായത് M80 ആണോ N18 ആണോ N80 ആണോ ഒന്നും തിരിച്ചറിയാതെ കുറച്ച് റംബുട്ടാൻ കൃഷിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണവും 7 എണ്ണവും 14 എണ്ണവും പിന്നെ കന്നാരയുടെ ഇടയിലൊന്നും നോക്കാതെയൊക്കെ വന്ന ചില തീരെ ഉൽപ്പാദനം കുറഞ്ഞ ചില തോട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ കച്ചവടക്കാർ ചെല്ലുന്നില്ല എന്നുള്ളൂ, പക്ഷേ വിലയിലൊന്നും കുറവില്ല. വിലയൊക്കെ ഈ 120-നും 140-നും ഇടയ്ക്ക് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പം കൃഷിക്കാർ, അതായത് അവർ ഈ റോഡ് സൈഡ് സെല്ലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങുന്നതാണ്. അവിടെയാണ് ഈ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. അങ്ങനെ ആർക്കും ഇപ്പം തന്നെ എനിക്കറിയാവുന്ന 12ഓളം കച്ചവടക്കാരുണ്ട്. അതിൽ 12-ൽ കൂടുതലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ധാരാളം കൃഷിക്കാർക്കുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ വിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാറുണ്ട്, വിളിച്ച് കച്ചവടങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ വിപണി പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പ്രാവശ്യം ഇല്ല. അതായത് ഇതുവരെ വന്നിട്ടില്ല? ഇല്ല, വന്നിട്ടില്ല. എന്നാൽ സായിച്ചേട്ടൻ്റെ നമ്പർ ഒന്ന് പറയാമോ? 9447508695. റംബുട്ടാൻ ഉൾപ്പെടെ നിരവധി കൃഷികൾ ചെയ്തിട്ടുള്ള സാജു മംഗലത്ത് എന്ന കർഷകൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സാജിയുടെ നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി റംബുട്ടാൻ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 10-11 വർഷമായിട്ട് റംബുട്ടാൻ കൃഷിയുണ്ട്. ഇത് എത്ര ഏക്കറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇതിപ്പോൾ ചെയ്തേക്കുന്നത് ഏകദേശം 3 ഏക്കർ, അതായത് 1 ഹെക്ടറിൽ കൂടുതലുണ്ട്. 3 ഏക്കറോളം ഉണ്ട് അല്ലേ? എത്ര മരം വന്നു ഇതിനകത്ത്? 300 മരമാണ് ഇതിനകത്തുള്ളത്. അത് 1 ഏക്കറിൽ 100 മരം വെച്ച്, 20x20 അതായത് 20 അടിക്ക് അല്ലേ? ശരിക്കും 20 അടി എന്ന് പറയുന്നത് ഇച്ചിരി അടുപ്പം കൂടുതലല്ലേ? അടുപ്പം കൂടുതലാണ്. പക്ഷേ എന്താ വെച്ചാൽ എയർലി ബേർഡ് അഡ്വാൻറ്റേജ് കുറച്ച് കിട്ടും. അതായത് 3-ാം വർഷം തുടങ്ങി ആദായം എടുക്കാം. ഒരു 4-5 വർഷത്തേക്ക് 60-70 കിലോ വെച്ച് ഒരു മരത്തിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വലയിടിയിലൊക്കെ എളുപ്പമായി ഇവർക്ക്. ഒറ്റക്കൊറ്റയ്ക്ക് ഇടണ്ട, ഒറ്റ വല വലിച്ചാൽ മതി. അപ്പോൾ ഇച്ചിരിയുടെ ഒരു പ്രീമിയം പ്രൈസ് കിട്ടും. നമുക്ക് മുകളിൽ കൂടെ ഒറ്റ വല വലിച്ചാൽ മതി. മറ്റേ സിംഗിൾ ഇടണം. അപ്പോൾ അവർക്ക് ലേബർ കുറയും. പിന്നെ ഈ ഈൽഡ് എടുക്കാൻ ഇവർക്ക് എളുപ്പം. നിലത്ത് നിന്ന് വലിച്ചു കൂട്ടി പറിച്ചാൽ മതി. ഉയരത്ത് കയറണ്ട. അപ്പോൾ അവർക്കിപ്പോൾ ഒരു 6 പേരുണ്ടെങ്കിൽ ഒരു 4-5 ടണ്ണൊക്കെ ഇവർക്ക് ഒറ്റ ദിവസം പറിച്ചു പോകാം. അതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി. അതൊരു 3-4 വിളവെടുപ്പേ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ 5-8 വർഷം. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉയരം വയ്ക്കാതിരിക്കാൻ നമ്മൾ ആ കിങ്ങായിട്ട് മുകളിലുള്ളതും കട്ട് ചെയ്യും. എന്നിട്ട് കാനോപ്പി കൂടുതൽ ചെയ്യും, പടർത്തി വിടും, പടർത്തി എടുക്കും. അപ്പോൾ നമുക്ക് ആ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ ധാരാളം കർഷകർ റബ്ബർ വെട്ടി മാറ്റി റംബുട്ടാൻ കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഓരോ വർഷവും വില കുറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ 200-ന് മുകളിലുണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ അതൊരു 150-ന് താഴോട്ട് വന്നു. അപ്പം അങ്ങനെ വിലയുടെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? ഇതിൻ്റെ ഈ റംബുട്ടാൻ്റെ ഒരു പ്രൈസ് ക്രോണോളജി നമ്മൾ നോക്കിയാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് 100 രൂപയായിരുന്നു. അവിടെ നിന്ന് കയറി കൃഷിക്കാരന് 170 രൂപ വരെ കിട്ടുന്ന ഒരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇറക്കത്തിൻ്റെ സ്റ്റേജിലാണ്. ഈ കൃഷി ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലാണ്. ഒരു 2-3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ യഥാർത്ഥ വില ഡിക്ലെയർ ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ ഉള്ളത് തന്നെ റബ്ബറുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുക. കൃഷി എന്ന് പറഞ്ഞാൽ എഡിബിൾ പർപ്പസിൽ ആഹാരപരമായിട്ട് ബന്ധപ്പെട്ടതാണ്. റബ്ബർ ഒരു ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനനുസരിച്ച് റബ്ബർ ചലിച്ചുകൊണ്ടിരിക്കും. റബ്ബറിൻ്റെ വില 300 രൂപ വരെ വരാം. പക്ഷേ അതായത് ജലസേചന സൗകര്യവും മറ്റ് സൗകര്യങ്ങളും ഇതിനനുയോജ്യമായ ഇൻഫ്രാസ്ട്രക്ചറുള്ളെടുത്ത് ഇത് കൃഷി ചെയ്യുന്നു കുറച്ച് ആളുകൾ. റബ്ബർ കൃഷി ചെയ്യാൻ പറ്റുന്നവർ റബ്ബർ കൃഷി ചെയ്യുന്നു. കേരളത്തിൻ്റെ ഈ വിള വൈവിധ്യം, കാരണം കാലാവസ്ഥാ വൈവിധ്യം പോലെ വിള വൈവിധ്യമുണ്ട്. ഈ റബ്ബർ വെട്ടിയച്ച് എല്ലാവരും കൂടെ റംബുട്ടാൻ കൃഷിയിലേക്കൊന്നും വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ ഒരു സാധ്യത ഉള്ളപ്പം ഇതും ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ എനിക്കും റബ്ബറുണ്ട്, റബ്ബർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ടാപ്പേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവ്, 2 ടാപ്പിംഗ് ദിനങ്ങളുടെ കുറവ്. ഇത് രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ കമ്പാരിറ്റീവ്ലി റബ്ബറിനേക്കാൾ എനിക്ക് ആദായകരമായിട്ട് ആണ് റംബുട്ടാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപകമായിട്ടുണ്ടാകിയല്ലോ. ഇപ്പോൾ കർണാടകയുടെ ചില ഭാഗങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞാൽ
ഈ എന്നാ പറയുന്ന മംഗലാപുരത്തിൻ്റെ ചില ഭാഗം, അതായത് റബ്ബറുള്ള സ്ഥലങ്ങൾ അല്ലേ? പക്ഷേ അത് കാര്യം എന്നാന്ന് അറിയാം, മംഗലാപുരത്തൊക്കെ പഴം പറിച്ച് തീർന്നു, എന്നാലാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്നും അവിടെ കുറച്ച് കൂടി നിർത്തുന്നു, ഇവിടെ വലിയ വില തകർച്ചയൊന്നും വരേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ കേരളത്തിൽ പുതിയ ആളുകൾ പുതിയ സ്ഥലങ്ങളിലേക്ക്, കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു കമ്പനി ഇപ്പം നാളെ ജയ്പൂരിൽ അവരുടെ ഔട്ട്ലെറ്റ് തുടങ്ങുക. അപ്പോൾ ഇത് കൃഷി വികസിക്കുന്നുണ്ട്, വിപണിയും വികസിക്കുന്നുണ്ട്, അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ നല്ല വൃത്തിയായിട്ട് ചെയ്യണം, നല്ല പഴം ഉണ്ടാക്കുക. ഈ N18 എന്ന് പറഞ്ഞാൽ 18 എണ്ണത്തിൽ 1 കിലോ തൂങ്ങണം. അതായത് വെറുതെ N18 എന്ന് കൊടുത്താൽ അത് MIT എന്നും പറഞ്ഞ് കുറേ പേര് ഡിക്ലെയർ, അത് മൂസയുടെ MIT അതല്ല. അപ്പോൾ ഇതിനകത്ത് ഈ സാധനം ഇങ്ങനെ തന്നെ വരണമെങ്കിൽ ഇതിന് സംരക്ഷണമുണ്ട്. ഇതൊക്കെ ഇനി എത്ര ദിവസം മൊത്തം റംബുട്ടാൻ ഒരു 180 ഡേയ്സ് വേണം. 160+ ഉണ്ടെങ്കിൽ പൂർണ്ണ തോതിൽ ഇത് റൈപ്പൻഡ് ആവുള്ളൂ. കാരണം ഇത് നോൺ ക്ലൈമറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന പഴമാണ്. പച്ചയ്ക്ക് പറിച്ച് വെച്ചാൽ ഇത് പഴുക്കില്ല, പച്ചയ്ക്ക് വാഴക്കൊല വെട്ടി വെച്ചാൽ പഴുക്കും, പച്ചയ്ക്ക് ചക്ക വെട്ടി വെച്ചാൽ പഴുക്കും. പക്ഷെ ഇത് റംബുട്ടാൻ അങ്ങനെയല്ല, ഫുള്ളി മരത്തിൽ നിന്ന് പഴുക്കണം. അതുകൊണ്ടാണ് ഇത് നോൺ ക്ലൈമറ്റിക് വിഭാഗത്തിൽപ്പെടുന്നത്. ക്ലൈമറ്റിക്കും നോൺ ക്ലൈമറ്റിക്കുമാണ്. അപ്പോൾ ഇതിന് കുറച്ച് ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാതെ ചുമ്മാ ഇതെന്താണെന്നും വൃത്തിയായിട്ട് അറിയാത്ത കുറച്ച് കൃഷിക്കാർ ഇത് നമ്മൾ ചുമ്മാ ചേനക്കൃഷിയും കപ്പ കൃഷിയും പോലെ അല്ല, ഇത് ഇൻവെസ്റ്റ് ചെയ്ത് വളരെ കൃത്യതയോടുകൂടി ചെയ്താൽ മാത്രമേ ഇതിനകത്ത് വിജയം വരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഇത് വിജയം വരിച്ചിട്ടുള്ളൂ. എല്ലാവരുടെയും ധാരണ ഇത് ഒരു പണിയില്ലാത്ത കൃഷിയാണ്. ഇത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റും നല്ല പോലെ ഇൻഫ്രാസ്ട്രക്ചറും, ഇത് മുഴുവൻ ഓട്ടോ ഇറിഗേറ്റഡാണ്, മനസ്സിലായി. മൊത്തത്തിൽ ഇതിൻ്റെ അടിക്കടെ പൈപ്പ് ലൈൻ ഉണ്ട്, ഇത് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഇതിന് കറക്റ്റായിട്ടുള്ള എല്ലാ വളവും മരുന്നും കൃത്യമായിട്ട് പരിപാലിച്ച് പോരുമ്പോഴാണ് ഈ പ്രൊഡക്ടിവിറ്റിയിൽ വരുള്ളൂ. അല്ലാതെ ഇതൊരു ഉഴപ്പ് കൃഷി ചെയ്യാവുന്ന പരിപാടിയല്ല. അങ്ങനെ ആരും ഇതിനകത്ത് ഇറങ്ങുകയും വേണ്ട. കറക്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ വേണം, നല്ല സ്ഥലം വേണം, നല്ല ഇറിഗേഷൻ ഫെസിലിറ്റിയും വേണം. പിന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ കൃഷി വിജയിക്കുന്നത്. കായ ഉണ്ടാകുന്നതിന് മുമ്പ് നിർത്തണമെന്ന് പറയുന്നുണ്ട്. ഡിസംബറിൽ നമ്മൾ ജനുവരി വരെ നനയ്ക്കില്ല. നന തീർന്നതിന് ശേഷം SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, ബാക്കി ഫ്രഞ്ച് വളങ്ങൾ, അതായത് ചുവട്ടിലിടുന്ന വളങ്ങൾ നിർത്തി SOP സ്പ്രേ ചെയ്യണം. SOP സ്പ്രേ ചെയ്ത് മൊട്ട് വരാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചുവട്ടിലൊരു 300 ലിറ്റർ വെള്ളം വെച്ച് പെർ ഡേ ഇത്ര വലിയ മരത്തിന് കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, 100 മരത്തിന് എത്ര ലിറ്റർ വെള്ളം വേണം? അതിനുള്ള വാട്ടർ സോഴ്സ് ഇല്ലാത്തവരൊന്നും ഇതിനകത്ത് ചാടി ഇറങ്ങരുത്. ഇറങ്ങിയാൽ കൈ കൊള്ളുകയുള്ളൂ, മരം ഉണങ്ങിപ്പോവും. കാരണം ഈ റംബുട്ടാൻ്റെ ഇതിൻ്റെ മെയിൽ പാർട്ട് വളരെ ചെറുതാണ്, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതിൻ്റെ പോളിനേഷൻ അബോർട്ടഡ് ആവും, കായ പിടുത്തം കുറഞ്ഞു പോകും. അതോ ഉണ്ടായാൽ തന്നെ കായയുടെ സൈസ് കുറഞ്ഞു പോകും. മെയിലും ഫീമെയിലും ഒരെണ്ണത്തിൽ തന്നെ. പക്ഷേ മെയിൽ പോർഷൻ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അപ്പോൾ എന്നാ വെച്ചാൽ പോളൻ പെട്ടെന്ന് ഉണങ്ങി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല നന വേണം, നല്ല നന കൊടുക്കണം. നന കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ കായ മുഴുവൻ മച്ചിക്കായ. അതുകൊണ്ടാണ് ഈ ചെറിയ മച്ചിക്കായ എല്ലാം ഉണ്ടായി വെച്ച് വിളിച്ചേച്ച് 4, 3, 7 മരവും വെച്ച് കച്ചവടക്കാർ വരില്ല. കാരണം അവർക്കും അതിൻ്റെതായ പ്രോഫിറ്റില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പണിക്കിറങ്ങുന്നത്, പല വാങ്ങിച്ച് ആളുകളെ പരിചയപ്പെടുത്തിയൊക്കെ അത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മളിതിനെ കണക്കാക്കണം. കൃഷി വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പം ഇതിനെ സംസ്കരിച്ച് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ടോ? എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഈ വാല്യൂ അഡീഷൻ സംസ്കരണവും പ്രായോഗികമല്ല. അത് ചില ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക. ഈ റംബുട്ടാനെ സംബന്ധിച്ചുള്ള എഡിബിൾ പോർഷൻ കുറവുള്ള ഫ്രഷ് ഈറ്റണാണത്, ലോകം മുഴുവനും അതാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട്, അതായത് കായും കുരുവും കളഞ്ഞ് ഫ്രോസൺ ചെയ്തുള്ള പൊട്ടൻഷ്യലുണ്ട്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് ഫ്രഷ് മാർക്കറ്റിൽ പോകാനേ ഉള്ളത്. 140 കോടി ജനമുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ ഈ മാമ്പഴം തീരുന്ന സമയത്താണ് ഇതാകുന്നത്, ഗൾഫിൽ നല്ല ചൂടുള്ള സമയത്താണ്. അപ്പോൾ ഇത് വിവിധ ഗൾഫിലേക്കും പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റും. ആ സച്ച് മാപ്പ് പോലുള്ള പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്, മാപ്പ്. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇതിനി വളരാൻ പോകുന്നത് കേടാകാതെ അല്ലേ. ഇതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജാണ്. ഇത് ഇച്ചിരി വില അങ്ങോട്ട് കൂടും, ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങും. അതൊക്കെ ഇതിനകത്തൊന്നും പാനിക്കാവുണ്ട്. കൃഷിക്കാരൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, അതാ സമയമാകുമ്പോൾ അതിന് വില വരും. അതിൻ്റെ ഒരു വിലയിലേക്ക് നമ്മളാരും തീരുമാനിക്കുന്നതല്ല, അതിൻ്റെ ഒരു വിലയുണ്ട്. ആ വിലയിലേക്ക് അത് കൺസോളിഡേറ്റഡ് ആവും, അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവുക. അല്ലാതെ 300 രൂപ കിട്ടി, അല്ലെങ്കിൽ ഒരു ഏക്കറിൽ 10 ലക്ഷം രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിനകത്തേക്കൊന്നും ചാടിയാൽ കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് അതല്ല അതിനകത്തെ കാര്യം. കൃഷിക്കാരൻ കൃഷി ചെയ്യുക, അവന് ന്യായമായിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യത്തിന് പറ്റുന്ന വിളകളിൽ ഒന്നാണ് റംബുട്ടാൻ. നമ്മുടെ കൃഷിക്കാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിലയുള്ളപ്പം എല്ലാവരും കൊണ്ടുപോയി അത് തന്നെ കൃഷി ചെയ്യും, വില പോകുമ്പം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല. അത് എന്തെന്നറിയാം, ഇപ്പം ഇതിനകത്ത് ഉദാഹരണമായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ വാനില കൃഷി, ഒന്നൊരു കൊക്കോ കൃഷി. 70കളിലെ കൊക്കോയ്ക്ക് ഇച്ചിരി വിലയുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കൊക്കോ വ്യാപകമായി. പക്ഷേ പിന്നീട് ആ കൊക്കോ കൃത്യമായിട്ട് നിലനിർത്തിയവർക്ക് ഒന്നും ഒരു കുഴപ്പം വന്നില്ല, നല്ലപോലെ ആയിരുന്നു. വാനിലയിൽ സംഭവിച്ചത് 2000-ൽ വാനിലയ്ക്ക് ഒരു വില വന്നു, എല്ലാവരും കൂടെ ചെയ്തു. പക്ഷേ വാനിലയ്ക്ക് പിന്നീടും വില വന്നു. പക്ഷേ അപ്പോൾ വാനില ഇവിടുന്ന്
അതിനൊരു മൈഗ്രേഷണൽ സ്വഭാവമുണ്ട്. അതിനൊരു ഫംഗസ് ബാധിച്ച് ഇന്ത്യ മാരായിട്ട് കേരളത്തിൽ നിന്ന് ഔട്ടായി. കേരളത്തിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റാതെ നല്ലത് വേനലിക്ക് വിലയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ സ്റ്റോറി പറയുമ്പോൾ ആ 2 വർഷത്തെ പ്രതിസന്ധിയെ വെച്ചിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. വാനിലയുടെ പോലെ ആവുമോ, കൊക്കോയുടെ പോലെ ആവുമോ എന്നൊക്കെ. ഇപ്പോൾ കൊക്കോയ്ക്ക് വിലയില്ലേ? കൊക്കോയ്ക്ക് ഇപ്പം 330+ ഉണ്ട്. അപ്പം അത് നല്ലതുപോലെ ഇൻറ്റൻസീവായിട്ട് കൊക്കോ കൃഷി ചെയ്ത് നോക്കി. കൊക്കോ ലാഭകരമല്ലേ? പിന്നെ ഈ കൃഷിക്കാരന് കൃഷി ചെയ്യുന്നവൻ ഒരിക്കലും അവൻ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് കേൾക്കാൻ നെഗറ്റീവാണ്. നിങ്ങളുടെ തന്നെ ഏതോ ഒരു വീഡിയോ നെഗറ്റീവ് റീച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിരുന്നു. കാരണം അത് അവനെ ആഘോഷിച്ചു ഒത്തിരി പേര്. തീർച്ചയായിട്ടും അതൊരു അസൂയയുടെ ഭാഗമാണ്. അതൊരു അസൂയയുടെ ഭാഗം. ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു അതൃപ്തിയുടെ ഭാഗം. അതായത് എനിക്കില്ലല്ലോ, അവനെന്നാ വില കിട്ടണ്ട. റബ്ബറിനെ സംബന്ധിച്ച് 100 ഏക്കർ റബ്ബറുണ്ടെങ്കിലും 1 ഏക്കർ റബ്ബറുണ്ടെങ്കിലും അവന് കിട്ടുന്ന ഫാം ഗേറ്റ് പ്രൈസ് 1 ആയിരുന്നു. റബ്ബർ ബോർഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് 2-3 രൂപയുടെ വ്യത്യാസം. പക്ഷേ റംബുട്ടാനെ പോലുള്ളതിനൊരു പ്രശ്നമുള്ളത് 5 മരവും 10 മരവും ഉള്ളതിന് വില കുറവും കിട്ടുകയുള്ളൂ. കൂടുതൽ ഏരിയ ഉള്ളതിന് കൂടിയ വിലയും കൂടിയ വിപണിയും കിട്ടും. ആ ഒരു വ്യത്യാസം. അതാണ് ഈ വിലക്കുറവെന്ന് പറയുന്നതിൻ്റെ കാര്യം. അതായത് സാധാരണ കർഷകൻ്റെ 1-2 ഉള്ളതിന് എടുക്കാൻ ആൾ കാണിയല്ല. കാരണം അവൻ്റെ ലേബറും ഫോഴ്സും എല്ലാം എൻഗേജ്ഡ് ആവണം. പിന്നെ അവന് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാതെ ഇതിൻ്റെ പഴം, ഞാൻ പറഞ്ഞില്ല, ഈ ക്ലൈമറ്റിക് നോണുള്ള ഇതെല്ലാം അവന് പഠിക്കാൻ പറ്റത്തില്ല. അവൻ വിചാരിക്കുന്നത് ഇത് പഴുത്തുന്നാ. ഇതിനിപ്പോഴും പുളിയാ. ഇത് ഇനിയുണ്ട്, 1 മാസം നിൽക്കണം. ഇത് പുളിയായിരിക്കും. ഇത് ഒരിക്കലും കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ നോക്കരുത്. ഇത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ വില പോകും. അപ്പോൾ എന്നാ വെച്ചാൽ 35, 60, 70 എന്നൊക്കെ പറഞ്ഞ് പോകും. അതല്ല ഇത് വേണ്ടത്. ഇത് ഫുള്ളി റൈപ്പൻഡ് ആവണമെങ്കിൽ ഇനി ഇത് വലയിടണം. വലയിടിയിൽ വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലയിട്ട് കഴിഞ്ഞാൽ ചെടി മൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂടി അങ്ങ് കെട്ടും. അപ്പോൾ ഫംഗസ് ബാധയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ്. ഈ തോട്ടം വലയിടിയിൽ കഴിയുന്നത്ര കുറച്ച് കാലേ മൂടി കിടക്കാവുള്ളത്. കാരണം ഇപ്പോൾ ഈ കോർക്കി ബാർക്ക് പോലുള്ള പുതിയ അസുഖങ്ങളൊക്കെ റംബുട്ടാനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ വലയിടിയിൽ കഴിയുന്നത്ര താമസിപ്പിക്കുന്നു. കാരണം ഇതിൻ്റെ പൂവൊക്കെ ആയെന്ന് 4-5 മാസമൊക്കെ ഇത് വലയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സായിച്ചാണ് പറഞ്ഞു വരുന്നത് ഇത് അനന്ത സാധ്യതയുള്ള ഒരു കൃഷി തന്നെയാണ്. അതെ അല്ലേ? അതായത് 100 രൂപ കിട്ടിയാൽ പോലും ലാഭകരമാണ്. അത് ഞാൻ പറയത്തില്ല. വില എത്രയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കൃഷി ചെയ്യാൻ സൗകര്യമുള്ളവർ കൃഷി ചെയ്യുക. അല്ലാത്തവർ ഇത് വിലയിൽ വിപണി ഉണ്ടായിരിക്കും. വിലയുടെ കാര്യത്തിൽ നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല 3 കൊല്ലോടെ പിടിക്കും ഇത് കൺസോളിഡേറ്റഡ് ആവാൻ. ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ. ഞാൻ പല സ്ഥലങ്ങളിലും വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പം അവർ മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് വില ഇടിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അല്ല, ഇത് എന്താണെന്നറിയാം, കൂടുതൽ വരുമ്പോൾ വിലക്കുറവിനെ വരുമ്പോൾ കൺസംഷൻ കൂടും. അതാണല്ലോ അതിൻ്റെ ഒരു തത്വം. അതെ, വില കുറവ് വരുമ്പോൾ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപണി വീണ്ടും വലുതാവും. ഇത് കോറിലേറ്റഡാണ്. ഇങ്ങനെ ഇത് തമ്മിൽ അതാ ഞാൻ പറഞ്ഞ കൺസോൾട്ടേഷൻ വിത്തിൻ 3 years. സെക്കൻഡ് തിങ്, $1 സമം, ഞാനിപ്പോഴും പറയുന്നത് $1 സമം 100 രൂപ പ്ലസ് വന്നാൽ ഒരു ഫ്രൂട്ട് പ്രോഡക്ട്സും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഇമ്പോർട്ട് അഫോർഡബിൾ ആവുകയില്ല ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇവിടെ ഈ ഇതിൽ അപ്പം ഇമ്പോർട്ടഡ് ഫ്രൂട്ടിന് ഒരു ബദൽ സംവിധാനമായിട്ട് ഇതൊക്കെ മറിഞ്ഞു വരാം. നമുക്കിതൊന്നും അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഈ വൈവിധ്യമാർന്ന കാലാവസ്ഥയിൽ പൊട്ടൻഷ്യലുള്ള ഒരു കൃഷി എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതെങ്ങോട്ടാണ് ഇത് കയറ്റി വിടുന്നത്? ഇതിപ്പോൾ ഈ നമ്മുടെ വലിയ തോട്ടങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എൻ്റെ കുത്താട്ടോളത്തുള്ള എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ തോട്ടമുണ്ട്. അതെല്ലാം തമിഴ്നാട് ആൾക്കാരെ എടുക്കുന്നത്. അവരത് തെങ്കാശി മാർക്കറ്റിൽ വിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഞാൻ പറയാം, മംഗലാപുരത്തുള്ള തോട്ടം പോലും എടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങളിൽ അവിടെയൊക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ 200 രൂപയ്ക്കാണ് തോട്ടം വലയിട്ടെടുത്ത് പോയത്. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ് 200 രൂപ തോന്നില്ല. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചെറിയ വില വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അത് ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമാണ്. പക്ഷേ വിപണി ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ധൈര്യമായിട്ട് കൃഷിക്കാർ ധൈര്യപൂർവ്വം ഇരിക്കുക. ഒരു പ്രശ്നമില്ല. ആർക്കെങ്കിലും വിൽക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. അത് ഇപ്പം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വർഷം യാതൊരു പ്രശ്നമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.